ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിലും അഖിൽമാരാണെങ്കിലും ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 അനീഷ് ആണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഒരു ഡേ 2-ൽ തന്നെ അവരൊരു സ്ഥാനം ബിഗ് ബോസ് ഹൗസിൽ ഉറപ്പിച്ച ആൾക്കാർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഇവരാരാണ് എന്നുള്ളൊരു കാര്യം ഒരു ഏകദേശം ഒരു ഹിന്റ് കൊടുത്ത ആൾക്കാർ തന്നെയായിരുന്നു ഇവരെല്ലാവരും. നമ്മളിതിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കും അറിയാം. അതായത് ബിഗ് ബോസ് ഹൗസ് സീസൺ 7 എന്നാലും അനീഷിന് നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് ഈ കാണുന്ന ഓഡിയൻസിലേക്ക് എന്നാലും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആളൊരു വിന്നറോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ ഒരു വിന്നറിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു റീച്ച് ആയിക്കോട്ടെ സപ്പോർട്ട് ആയിക്കോട്ടെ എല്ലാം അനീഷിന് എന്നാലും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ തന്നെ സീസൺ 4-ലുള്ള റോബിൻ രാധാകൃഷ്ണനും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ സീസൺ 5-ൽ വിന്നർ ആയിട്ടുള്ള അഖിൽമാരാർക്കും കിട്ടിയിരുന്നു. അപ്പൊ ഈ മൂന്ന് മത്സരാർത്ഥികളുടെ ഒരു ഗെയിം പ്ലാനിലുള്ള സിമിലാരിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഡേ 1-ന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡേ 2-ൽ നോക്കുകയാണെങ്കിൽ സീസൺ 4-ൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തായാലും നിമിഷയും ഡേസിയുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയം ചോദിക്കുന്നുണ്ട് ആരാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ അവരടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡേസി പറയുന്നത് എനിക്ക് എന്തായാലും റോൺസനാണ് തോന്നുന്നത്. അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് തനിക്ക് എന്തായാലും തോന്നുന്നതൊക്കെയാണ് എന്തായാലും ഡേസി പറയുന്നത്. അപ്പൊ എന്തായാലും നിമിഷം പറയുന്നുണ്ട് ഇല്ല എനിക്ക് എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ് തോന്നുന്നതെന്ന് എന്തായാലും നിമിഷം എന്തായാലും പറയുന്നുണ്ട്. അതായത് ഈ ഡേ 2-ൽ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു പവർ അവിടെയുള്ള മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ എത്തിക്കാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കൊണ്ട് എന്തായാലും സാധിച്ചിരുന്നു. അത് ഈ പറയുന്ന മത്സരാർത്ഥികൾ രണ്ടുപേരിനകത്ത് ഒരാൾ തന്നെ തന്റെ പേരാണെന്നാലും പറയുന്ന രീതിയിലേക്ക് ഒരു എന്തായാലും കാര്യങ്ങൾ എന്തായാലും റോബിൻ എന്തായാലും അവിടുത്തെ ആൾക്കാരെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തായാലും കഴിഞ്ഞിരുന്നു. അതിന് മുന്നേ തന്നെ ഡേ 1-ൽ തന്നെ ഒരു മത്സരാർത്ഥി എന്തായാലും പറയുന്നത് പക്ക പ്ലാനിങ്ങോട് എല്ലാ മത്സരാർത്ഥികളെ കുറിച്ച് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നൊരു കാര്യമൊക്കെ. അപ്പൊ തന്നെ കാണുന്ന ഓഡിയൻസിലേക്ക് എന്തായാലും ഇയാളെന്ന് ഭയങ്കര ഒരു പ്ലാനിങ്ങോട് വന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗെയിമർ ആണെന്ന് തോന്നുന്നു എന്നുള്ളൊരു ഇമ്പാക്ട് കൊടുക്കാൻ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കൊണ്ട് എന്തായാലും സാധിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസ് സീസൺ 7-ലേക്ക് നമുക്ക് നോക്കിയാലോ അറിയാം രാവിലെ തന്നെ ഡേ 2-ൽ രാവിലെ തന്നെ എല്ലാവരും അനീഷിനെ പുറകെയാണെന്നാലും നടക്കുന്നത്. അതായത് ഡേ 1-ലും ഇദ്ദേഹം ഒരുപാട് കണ്ടന്റോടെ കൊടുത്തിരുന്ന ഈ പറയുന്ന ആൾക്കാർ ഒരുപാട് ചൊറിഞ്ഞിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഡേ 2-ലും എന്തായാലും രാവിലെ തന്നെ ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് ഇയാൾ ആദ്യം വിഷ് ചെയ്യുന്നില്ല. പിന്നീട് അതിനുശേഷം ഇയാൾ പറയുന്നത് സുപ്രഭാതം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതും ആൾക്കാർ അങ്ങനെ അധികം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് ഗുഡ് മോർണിംഗ് തിരിച്ച് പറയാത്തത് എന്നുള്ള ഇതിൽ പറഞ്ഞൊക്കെയാണെങ്കിലും പിന്നെ അതിനുശേഷമാണെങ്കിലും ഈ മലയാള ഭാഷയെ കുറച്ച് കാണുന്നു എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മറ്റു മത്സരാർത്ഥികൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന രീതിയിലൊക്കെ എന്തായാലും അനീഷ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ ഒട്ടുമിക്ക മത്സരാർത്ഥികളുടെ ഫോക്കസ് തന്നിലേക്ക് കൊണ്ടുവരാൻ അനീഷിനെ കൊണ്ടുവന്നാലും സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒന്നും പറയുന്നില്ല. ഒണിൽ സാബു അല്ലെങ്കിൽ അഭിലാഷ് അഭിശ്രീ ജിസൈൽ ഇവരെയൊന്നും കംപ്ലീറ്റ് ആയിട്ട് കയ്യിലെടുക്കാൻ അനീഷിനെ കൂടെ സാധിച്ചിട്ടില്ല. കാര്യം അനീഷിന്റെ ഗെയിമൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് മൂന്നുപേർക്കും മനസ്സിലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. അത് ജിസൈലാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. ശേഷം ആര്യൻ അപ്പാനിശരത്ത് അക്ബറും കൂടി എന്തായാലും ജിസൈലിനെ ചൊറിയാൻ വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെ വെറുതെ മേക്കപ്പ് ഇട്ട് നിന്നാൽ മാത്രം പോരാ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കണം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജിസൈൽ പറയുന്നുണ്ട് നിങ്ങളാകെ എന്താണ് ചെയ്യുന്നത് അനീഷിനെ പുറകെ നടക്കുന്നു അതല്ലാതെ വേറെ എന്താണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അനീഷിനെ പുറകെങ്കിലും പോകുന്നുണ്ട് നിങ്ങളോ എന്നുള്ള ഇതിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സബ്ജക്റ്റ് ആയി മാറാൻ അനീഷിനെ കൊണ്ട് സാധിച്ചിരുന്നു. അങ്ങനെ വെറുതെ സംഭവിച്ചൊന്നുമില്ല. അനീഷിനോട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികളുമായിട്ട് എന്തായാലും വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ ഒരു സൗഹൃദമായിട്ടൊക്കെ വളരെ നൈസായിട്ട് സൈഡിൽ പോകായിരുന്നു. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ തന്റെ പുറകെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഡേ 1-ൽ തുടങ്ങി തന്നെ അവിടുത്തെ ഒരു മെയിൻ ടോപ്പിക്കായി മാറാൻ അനീഷിനെ കൊണ്ട് നല്ല സാധിക്കുമായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല അനീഷ് ഒരു ആംബിവേർട്ട് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അതിനെക്കുറിച്ച് എന്നാൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ അഖിൽമാരായിക്കോട്ടെ ഇവരൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ആൾക്കാരാണ്. അതേസമയം അനീഷ് ആണെങ്കിൽ ഒരു ആംബിവേർട്ട് ആണ്. കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് എല്ലാ കൂട്ടത്തിനകത്ത് കിടന്ന് ഒച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൈപ്പറായിട്ട് എനർജി ആയിട്ട് നിൽക്കുന്ന ഒരാളോ കാര്യങ്ങളോ. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ഒരു കാര്യമൊന്നുമില്ല. ലോക ജനസംഖ്യയിൽ തന്നെ 64.8% വരെ ആംബിവേർട്ടുകളാണ് എന്നാണ് ഏകദേശമായിട്ടൊരു ആവറേജ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഇൻട്രോവേർട്സ് ഒരു 16.5%, എക്സ്ട്രോവേർട്സ് ഒരു 14.3%, പിന്നെ ബാക്കിയുള്ളതിനകത്ത് ഇതിന്റെ ഒരു മിശ്രിതം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു ആവറേജ് ആയിട്ട് എന്നാലും കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം ഒരു കൂടുതൽ ഒരു പെർസെന്റേജ് വരുന്ന ആംബിവേർട്സ് തന്നെയാണ്. നമുക്കറിയാം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്തായാലും അവിടെ ഉള്ളത്. അപ്പൊ അത്രയധികം എക്സ്ട്രോവേർട്സും അത്രയധികം ഹൈപ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഇൻട്രോവേർട്ടോ അല്ലെങ്കിൽ ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള ഒരാൾ പോകുമ്പോഴത്തേക്കും അയാൾക്ക് അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. ബോണ്ടിങ്ങും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നെയും ഒരുപാട് പരിമിതികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഒരു ഒറ്റയാനായിട്ട് എന്തായാലും പോയിരുന്നത്. അനീഷിന്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറഞ്ഞാൽ ഡേ 2 എന്തായാലും എനിക്ക് മനസ്സിലായില്ല എന്ന് ബിഗ് ബോസ് പറയുക. ഒന്നും കൂടി ഈ ഒരു ഡേ 2 ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മറ്റു പല ആൾക്കാർ ഈ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് അനീഷ് സുപ്രഭാതം പറയുന്നു. അങ്ങനെ മറ്റു പല കാര്യങ്ങളും എന്നാലും അനീഷിന്റെ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പനിച്ചെടുത്ത് മറ്റു മത്സരാർത്ഥികളൊക്കെ കൂടി. അപ്പൊ അതൊക്കെ തന്നെ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള അനീഷിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോണസ് ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനുശേഷമുള്ള സംസാരത്തിലും കാര്യങ്ങളും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ മറ്റ് പല മത്സരാർത്ഥികളും ശത്രുക്കളാക്കി എടുക്കാൻ അനീഷിനെ കൊണ്ടെന്നാലും സാധിച്ചിരുന്നു. ഈ പറയുന്ന പനിശരത്തുമായിട്ട് സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയതിനിടയിൽ അനീഷ് എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്തേക്ക് എന്തായാലും ഒറ്റയ്ക്ക് മാറി നടക്കുകയും അപ്പോൾ മറ്റു മത്സരാർത്ഥികളെല്ലാം അനീഷിനെ പുറകെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും ഈ തുടക്കം മുതൽ അവസാനം വരെയുള്ള എപ്പിസോഡ്സിൽ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ ഒറ്റയ്ക്ക് എന്തായാലും പുറത്തേക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് എന്തായാലും മാറി നടക്കുന്നുണ്ട്.
പക്ഷെ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പോയിന്റ് ഉള്ളൂ. കാര്യം ഈ നടക്കുന്ന സമയത്ത് ഈ അനീഷിന്റെ മുഖത്തൊരു ചിരി നമുക്ക് കാണാൻ പറ്റും. അതായത് ആള് പ്രോപ്പറായിട്ട് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ എന്തായാലും വരുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പല ഗണിയിലും മറ്റ് ആൾക്കാർ വീഴുന്ന സമയം അത് ഇതൊരു ഗെയിമാണല്ലോ, അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് എല്ലാവരും അതുപോലെ തന്നെ വരുന്ന സമയം ഇദ്ദേഹത്തിന് ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു മുഖത്ത് ഒരു ചിരിയും കാര്യങ്ങളും എല്ലാം വരുന്നത് നമുക്ക് കാണാം. പക്ഷെ ഈ ചിരി വരുന്ന സമയം അത് മറ്റു മത്സരാർത്ഥികളുടെ മുമ്പിലേക്ക് അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് മാറി നടക്കുകയാണ് ചെയ്യാറുള്ളത്. അത് മാറി നടക്കുന്ന സമയത്തിന് ഇവരെല്ലാരും വരുന്ന സമയത്തിന് ഇതേ ഈ ഒരു ചിരി അടക്കി പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സമയം സീസൺ 5 അഖിൽമാരാറിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അഖിൽമാരാറിന് ഡേ 2 അല്ല ഡേ 1 തന്നെ അവിടെയുള്ള ഒരു മത്സരാർത്ഥി എന്തായാലും പറയുന്നുണ്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്തൊരു റീസണും പറയുന്ന സമയത്ത് എന്തായാലും ഒരാൾ എന്തായാലും അഖിൽമാരാറിന്റെ ഒരു പേര് പറയുന്നുണ്ട്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് അഖിൽമാരാറിന്റെ പേടിയാണ്. അഖിൽമാരാറിന് നിൽക്കുകയാണെങ്കിൽ അത് എനിക്കൊരു ഭീഷണിയായിട്ടാണ് താൻ കാണുന്നത്. പിന്നെ അതിനും കുറച്ച് റീസൺസ് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ തന്നെ അത് ആൾക്കൊന്ന് ഒരു പഞ്ച് കിട്ടുന്ന ഒരു മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ ഇയാളെന്നൊരു ഭയങ്കര ഒരു അപ്പറാണ് എന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ തന്നെ അതിനെന്തായാലും ഒരു കാരണമാകുന്നത്. പിന്നെ ഡേ 1 അങ്ങനെ അഖിൽമാരാറിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുന്നില്ല. പിന്നെ ഡേ 2 വരുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ടാസ്കുമായിട്ട് നടക്കുന്ന ഒരു ഫൗളും കാര്യങ്ങളൊക്കെ വരുന്ന സമയം അഖിൽമാരർ ശരിക്കും പ്രതികരിക്കുന്നത് ശരിക്കും ഒരു കലിപ്പ് മൂഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെയുള്ള മറ്റ് പല മത്സരാർത്ഥികൾക്കും അഖിൽമാരാർ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ അദ്ദേഹം ഏത് ലെവലിൽ നിന്ന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ഏകദേശം ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം തന്നെയാണ്. അങ്ങനെ ഡേ 2 കാര്യം നോക്കുകയാണെങ്കിൽ ഈ 3 കൂട്ടരും നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് അവിടെയുള്ള മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ കൊണ്ടുവരാൻ അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിരുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു ഡേ 2 എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞിരുന്നതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അനീഷൊക്കെ ഏകദേശം ഒരേ ക്രക്സിലാണ്. ഈ അഖിൽമാരാറിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അനീഷൊക്കെ ഏകദേശം ഒരു സിംഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിന്നിരുന്നെങ്കിൽ അഖിൽമാരാറിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എലിഫന്റ്, ഒരു ആനയുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിന്നിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും, അതിന്റെ ഇടയിൽ വട്ടമായിട്ട് ആരെങ്കിലും വന്നാൽ ചതച്ചിറക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം അദ്ദേഹത്തിന് ആൾക്കാരെ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരാണ് അദ്ദേഹം എന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നോ അദ്ദേഹത്തിന്റെ സാധ്യതകൾ എന്താണെന്നോ ഒന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ഡേ 1 തന്നെ മറ്റു മത്സരാർത്ഥികളുടെ മുമ്പിലേക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മറ്റ് അവിടെയുള്ള ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥികൾ തന്നെ ഭയക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ എന്നുള്ള സംസാരങ്ങൾ നടന്നുണ്ട്. അപ്പൊ തന്നെ തന്റെ ഒരു ലെവൽ എന്തായാലും അവിടെ ഒരു മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തായാലും തനിക്ക് വട്ടം വരുന്ന ആൾക്കാരെ നേരിടുക എന്ന് പറയുന്നൊരു കാര്യം മാത്രം അഖിൽമാരാർ എന്തായാലും ചെയ്താൽ മതി. പിന്നെ അദ്ദേഹം ഓൾറെഡി എക്സ്ട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ ഇതിൽ ഹൈപ്പറായിട്ട് നിന്നിട്ട് സംസാരിക്കാനും പെരുമാറാനും ഗെയിംസ് അറ്റൻഡ് ചെയ്യാനും എല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതെന്തായാലും തുടങ്ങിയിട്ടുള്ളൂ. ഇനി പോകെ വരുന്ന ടാസ്കുകളിലും വരുന്ന ഗെയിംസിലും എല്ലാം തനിക്ക് നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം അഖിൽമാരാറിന് നല്ല രീതിയിൽ തന്നെ അറിയാൻ വരുന്നത്. അപ്പൊ അദ്ദേഹം പ്രോപ്പറായിട്ട് തന്നെ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ എന്തായാലും വരും വീഡിയോസിൽ സംസാരിക്കുന്നതാണ്.